ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാവിലത്തെ മോർണിംഗ് ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ്. ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആരെ വിളിക്കും, എന്താണ് സംസാരിക്കുന്നത് എന്നാണ് ബിഗ് ബോസ് ചോദിച്ചത്. അതനുസരിച്ച് ആദ്യം അനീഷ് വരുന്നു. അനീഷ് വന്നതിന് ശേഷം അനീഷ് പറയുന്ന കാര്യം ഇതാണ്: എൻ്റെ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം വിളിക്കുന്നത് എൻ്റെ അനിയനെ ആയിരിക്കും. എൻ്റെ വീട്ടിലുള്ളവർക്ക് ആർക്കും സ്മാർട്ട് ഫോൺ ഇല്ല, അതുകൊണ്ട് അനിയനെ ആയിരിക്കും ഞാൻ വിളിക്കുക. എൻ്റെ നല്ല വശവും അതോടൊപ്പം തന്നെ എൻ്റെ ബാഡ് വശങ്ങളും പുറത്തു പോയിട്ടുണ്ടാകാം. അതിൽ ഏതാണ് പോയിരിക്കുന്നതെന്നും എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റുമോ എന്ന് ഞാൻ അവനോട് ചോദിക്കും. എൻ്റെ ഉയർച്ച താഴ്ചകളിലെല്ലാം എൻ്റെ ഒപ്പം നിന്ന ആളാണ് അനിയൻ, അതുകൊണ്ട് അവൻ എന്നെ ചതിക്കില്ല എന്നാണ് അനീഷ് അവിടെ പറയുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഇതുപോലത്തെ ഒരു അനിയനെ കിട്ടിയതിൽ ഞാൻ ഭാഗ്യം ചെയ്യണം എന്ന രീതിയിൽ പിന്നെ അനീഷ് ആര്യനോട് പറയുന്നുമുണ്ട്. അത്രയ്ക്ക് നല്ലൊരു ബോണ്ടാണ് അനിയനുമായിട്ട് എന്നാണ് അനീഷ് അവിടെ പറഞ്ഞു വെക്കുന്നത്. അത് കഴിഞ്ഞ് ആര്യൻ പറയുന്നത് എൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കും, ഗ്രൂപ്പ് കോൾ ചെയ്യുമെന്ന രീതിയിൽ പറയുന്നു. ഷാനവാസ് വന്ന് പറയുന്നു, മകനെ ഞാൻ വിളിക്കും, എൻ്റെ പ്രതീക്ഷയാണ് അവൻ ബാംഗ്ലൂരിൽ പഠിക്കുകയാണ്, അവൻ ഫാമിലി റൗണ്ടിൽ അവന് വരാനായിട്ട് പറ്റിയില്ല, അതുകൊണ്ട് അവനെ വിളിക്കുമെന്ന രീതിയിൽ ഷാനവാസ് പറയുന്നു. ആദില പറയുന്നത് ഒരു ഗ്രൂപ്പ് കോൾ വിളിക്കുമെന്നും അത് അവരുടെ ഫ്രണ്ട്സിനെ വിളിക്കുമെന്നുമാണ് പറയുന്നത്. നൂറ പറയുന്നതും അതുപോലെ തന്നെയാണ്. ഫ്രണ്ട്സിനെയും അതോടൊപ്പം തന്നെ അവരെ എയർപോർട്ടിലേക്ക് കൊണ്ടുവിട്ട അവരുടെ ആൾക്കാരുടെ പേരൊക്കെ പറഞ്ഞിരുന്നത് മറന്നുപോയി, അവരെ വിളിക്കുമെന്നും പറയുന്നു. അക്ബർ പറയുന്നത് ഒരു ഗ്രൂപ്പ് കോൾ വിളിക്കുമെന്നും ഫ്രണ്ട്സിനെ വിളിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. സാവുമോൻ പറയുന്നു, അമ്മ ഇവിടെ വന്ന് കണ്ടതാണ്, അതുകൊണ്ട് അവരുടെ അനിയത്തിയും അതോടൊപ്പം തന്നെ കൂട്ടുകാരെയും വിളിക്കുമെന്ന് പറയുന്നു. നെവിൻ വന്നിട്ട് കൂട്ടുകാരെ വിളിക്കുമെന്ന് പറയുന്നു. അനുമോൾ ഇതിൻ്റെ ഇടയിൽ അനുമോൾ കരയുന്നുണ്ട്. അനുമോൾ അച്ഛനെ ഓർത്തിട്ടാണ് കരയുന്നത്. പക്ഷേ ആ കരച്ചിൽ പോലും അവരൊരു നാടകമാണെന്ന രീതിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ എനിക്കത് നാടകമായിട്ട് തോന്നിയില്ല. അനുമോൾ ഒരു എന്താ പറയുക, അത്രയ്ക്ക് വിഷമം, സ്വന്തം വീട്ടിലെ വിഷമം അവരവർക്കല്ലേ അറിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അനുമോൾ ആ കരഞ്ഞതിനെ ഒരു കളിയാക്കുന്ന രീതിയിൽ അവിടെ ആര്യനൊക്കെ അത് ചെയ്യുന്നതായിട്ട് കണ്ടു. അതൊന്നും ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിലൂടെയൊക്കെ ഈ പറഞ്ഞ അക്ബറൊക്കെ കളിയാക്കുന്നു. അനുമോൾ വന്നിട്ട് പറഞ്ഞത് അച്ഛനെ വിളിക്കുമെന്നാണ് പറഞ്ഞത്. എന്നെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോഴും അനുമോൾ അവിടെ കരയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ആദിലെ വിളിപ്പിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേനും ഈ പറയുന്ന ആര്യനും അവിടെ പോയി കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഒരു കോമാളി പോലെയൊക്കെയാണ് പലപ്പോഴും ഈ ആര്യൻ കാണിക്കുന്നത്. പലരുടെയും വിഷമങ്ങളെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കോമാളി പോലെയാണ് എനിക്ക് പലപ്പോഴും ഈ ആര്യനെ കണ്ടിട്ടുള്ളത്. എന്തായാലും പിന്നെ ചേട്ടത്തിയുടെ മകനെ വിളിക്കുമെന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട്. അതിനിടയിൽ ഈ അനീഷ് വീട്ടിലുള്ളവർക്ക് സ്മാർട്ട് ഫോൺ ഇല്ല എന്ന് പറഞ്ഞപ്പോഴും ഈ ആര്യൻ അവിടെ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കി അനീഷിനെ ഒന്ന് താഴ്ത്താൻ വേണ്ടി ആര്യൻ ഈ പറയുന്ന അക്ബറിനോടൊക്കെ സംസാരിക്കുന്നുണ്ട്. അതെന്താ മറ്റേ ഫോണിൽ വിളിച്ചാൽ എന്ന രീതിയിൽ. അപ്പം ഈ അനീഷ് എന്ത് പറയുന്നത് നോക്കിയിരിക്കുകയാണ് ഇവർ. അതിൻ്റെ അകത്ത് സ്മാർട്ട് ഫോൺ വീട്ടിലുള്ളവർക്ക് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അകത്തും ഒരു ഇതുണ്ടാക്കി അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. എന്താണ് പ്രശ്നം നിങ്ങൾക്ക് തോന്നിയത്? കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.